ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെറുപയർ മുളിപ്പിച്ചതിനെ കൊണ്ടൊരു സാലഡ് പോലുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചക്ക് തിന്നാനൊക്കെ മടിയുള്ള ആൾക്കാർക്ക് ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പം ഞാനിത് മുളപ്പിക്കാൻ വെച്ചിട്ട് ഇന്നേക്ക് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. എനിക്ക് ആവശ്യമായ അത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്തിട്ട് ബാക്കി വരുന്നത് അതേപോലെ തന്നെ വെള്ളം നനച്ച് ഞാൻ വീണ്ടും സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ ദിവസത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലൂടെ ഒന്നും കൂടി മുള പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ നാളെ എടുത്ത് നോക്കുന്ന സമയത്ത് ഞാനിവിടെ ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി 2-3 വെള്ളത്തിൽ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും കൂടി നമുക്കിത് കഴുകി എടുത്തിട്ട് കുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒലീവ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്തും യൂസ് ചെയ്യാം. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഞാനൊരു ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അനിയനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ വേണം നമുക്ക് തക്കാളി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം ഇത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പം വേഗം ഒന്ന് മൂത്ത് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം തന്നെ ഈ സ്റ്റേജിൽ ഉപ്പ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് സോട്ടായി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഒരുപാട് വെന്ത് ഒടിയണം എന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ആയാൽ തന്നെ നമുക്ക് മതിയാവും. പിന്നെ ഇതിവിടെ എൻ്റെ മുറ്റത്തുള്ളതാണ് കേട്ടോ. മല്ലിയിലയ്ക്ക് പകരം യൂസ് ചെയ്യുന്നതാണ്. അതേ ഫ്ലേവറൊക്കെയാണ് കേട്ടോ ഏകദേശം ഉള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ മല്ലിയിലയുടെയും വേപ്പിൻ്റെ ഇലയുടെയും ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ, നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഓഫ് ടേമറിക് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സ്പ്രൗട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് ഏകദേശം കുക്കായി കിട്ടും കേട്ടോ. അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക കേട്ടോ. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ കുക്കായി കിട്ടും. അധികം വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഹെൽത്തിനും ഹെയറിനും സ്കിന്നിനും എല്ലാം നല്ല ബെനിഫിറ്റ് ആണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു പെപ്പർ പൗഡറും കൂടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഈ ഐറ്റം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.